നമസ്കാരം. കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലം പരിവർത്തനം ചെയ്ത് പുരയിടമാക്കുന്നത് സർക്കാരിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും പ്രയോജനമുള്ള കാര്യമാണ്. വിവിധ RDO ഓഫീസുകളിലായി 3.5 ലക്ഷത്തോളം അപേക്ഷകളാണ് പെൻഡിംഗ് ഉള്ളത്. തരംമാറ്റം വേഗത്തിലാക്കുന്നതിന് ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അപേക്ഷ കൂടുതലുള്ള വില്ലേജ് ഓഫീസുകളിൽ വാഹനം നൽകുകയും സർക്കാർ ചെയ്തുവെങ്കിലും അപേക്ഷകളുടെ പെൻഡിംഗ് തീർന്നില്ല. ഭൂമി തരംമാറ്റം അനുവദിക്കുന്നതിന് RDOമാർക്ക് മാത്രമേ അധികാരമുള്ളൂ. ആകെ 27 RDO ഓഫീസുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. RDO എന്നത് ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. കളക്ട്രേറ്റിലെ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൂടി തരംമാറ്റ അപേക്ഷകളിൽ തീരുമാനമെടുത്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് നിയമം സർക്കാർ പാസാക്കി അംഗീകാരത്തിന് ഗവർണർക്ക് അയച്ചു. എങ്കിലും ബിൽ ഒപ്പിടാതെ ഗവർണർ മാസങ്ങളായി പിടിച്ചുവച്ചിരിക്കുകയായിരുന്നു. ദുരുപയോഗം നടത്താൻ സാധ്യത ഉണ്ടെന്ന വിലയിരുത്തലിലാണ് ബിൽ ഒപ്പിടാതെ പിടിച്ചുവച്ചിരുന്നത്. ബിൽ ഗവർണർ ഒപ്പിട്ടതോടെ അത് നിയമമായി കഴിഞ്ഞു. തരംമാറ്റ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുന്നതാണ്. പെൻഡിംഗ് അപേക്ഷകളിൽ ഉടൻ തന്നെ തീരുമാനം ആകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നത് വരേക്കും ബായ്.